മക്കളെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശരീരത്തിൽ രോഗമുള്ളിടത്ത് കൈകൾ മാറ്റി പ്രാർത്ഥിക്കണം. രണ്ടാമത്തത്, യഥാർത്ഥ രോഗി ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു, ഒരു കിടക്കയിലാണ്, ICUലാണെന്ന് വിചാരിച്ചു, അവർക്ക് എന്താണ് രോഗം നിങ്ങൾക്കറിയാം. അപ്പോഴും കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാൻ അവരെ സുഖപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാഗത്ത് കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുന്നതാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കർത്താവിന്റെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകര ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, സാമ്പത്തിക തകർച്ച നേരിടുന്നവരെ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ഇന്റർവ്യൂ കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, ഓഫർ ലെറ്റർ വന്നതിന് ശേഷം മെന്റൽ പ്രൊസീഡിങ്സ് ഇല്ലാത്തവർ, പരീക്ഷ എഴുതിയവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ആ റിസൾട്ട് മോശമായി പോയവർ, റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ, കർത്താവെ കടകമ്പോളം നടത്തുന്നവർ, കൂടുതൽ വ്യവസായം നടത്തുന്നവർ, വ്യാപാര വിഷയങ്ങൾ നടത്തുന്നവർ, കസ്റ്റമേഴ്സ് ഇല്ലാത്ത ബിസിനസ്സുകാർ, എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവർ, ജപ്തി നടപടി നേടുന്നവർ, ഈശോ നിന്റെ തിരുമുറിവാർന്ന വലതുകരം അനുഗ്രഹത്തിന്റെ അഭിഷേകം ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും മാർഗ തടസ്സങ്ങൾ, ജീവ ദുരിതങ്ങൾ, തടസ്സങ്ങൾ, യേശുവിന്റെ നാമത്തിൽ പാപത്തിൽ പെട്ടുപോയവരെ, പലതരത്തിലുള്ള കേസുകൾ അകപ്പെട്ടിരിക്കുന്നവരെ, ജപ്തി നടപടി നേരിടുന്നവരെ, ഈശോ വസ്തു വിൽക്കാനുള്ളവരെ, ഇങ്ങനെ പലതരത്തിൽ പലതരത്തിൽ ജീവിതം കുരുങ്ങിപ്പോയവരെ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ തൽക്കാലത്ത് കർത്താവെ പെട്ടുപോയവരെല്ലാം കർത്താവെ നീ വിടുവിക്കണം പ്രാർത്ഥിക്കുന്നു. ഇതോടുകൂടി അവിടെ ആധ്യാത്മ ജീവിതം പരിപക്വമാകുന്നതിന് വേണ്ടി, സുവിശേഷത്തിന്റെ ദൈവാനുഭവത്തിലൂടെ സാക്ഷിയായി മാറുന്നതിന് വേണ്ടി യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഏറ്റെടുത്തുകൊണ്ട് ഈ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇവിടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ മനസ്സിൽ അറിയാവുന്ന ഒരു വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാത്തവരെ യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവിന്റെ തിരുമുറിവാർന്ന വലതുകരത്താൽ നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവിന്റെ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. നിന്റെ തിരുമുറിവാർന്ന വലതുകരം ആണിപ്രദാർന്ന അത്ഭുതകരം രോഗങ്ങളുടെ അടുത്തേക്ക് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ചൂടനുഭവിക്കുന്നവരും അതുപോലെ രോഗങ്ങൾ വിട്ടുമാറുന്നവരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നിന്നിലേക്ക് ആവശ്യിക്കുന്നു. അപസ്മാര രോഗികൾ, ഓട്ടിസം രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കർത്താവെ അവരെ ഉച്ചമുതൽ ഉള്ളം കാല് വരെ അങ്ങനെ വിശുദ്ധമായ രക്തത്താൽ അവരെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കാത്ത കുഞ്ഞുങ്ങളെ, എഴുന്നേറ്റ് നടക്കാത്ത കുഞ്ഞുങ്ങളെ, കടന്നു കിടപ്പായ രോഗികൾ എല്ലാം കർത്താവ് അടിപ്പെടുന്ന പോലെ വൈതാക്കള ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മക്കളില്ലാത്തവരെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരെ അങ്ങ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. ജനിതക തടസ്സങ്ങൾ യേശു ക്രിസ്തു നാമത്തെ മാറിപ്പോകൊണ്ടെന്ന് കൽപ്പിക്കുന്നു. ഭവനെ കർത്താവ് പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, നെഞ്ചിന് വേദനയുള്ളവരെ, ഹൃദയത്തിന് ശ്വാസകോശങ്ങൾക്കെല്ലാം തടസ്സങ്ങളുള്ളവരെ, കർത്താവിന് വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശങ്ങൾ കഴുകപ്പെടട്ടെ. ഹൃദയത്തിന് വാലുകൾ തടസ്സങ്ങൾ മാറട്ടെ. എപ്പിലെപ്സി രോഗികളെ കർത്താവെ, അതുപോലെ വലിവ് രോഗികൾ, അസ്മ രോഗികളെ കർത്താവെ, സിസ്റ്റ് രോഗികൾ, മുഴകളുള്ളവരെ, PCOD രോഗികൾ, പിസ്റ്റുല രോഗികൾ, അൽസസ് രോഗികൾ, അൾസർ രോഗികൾ, കർത്താവിന്റെ ബാധ രോഗികൾ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസനം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശു ക്രിസ്തു നാമത്തിലെ മാർഗ രോഗങ്ങള്, തീരവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ മുട്ടിരിക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അനുഗ്രഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ മൗന പ്രാർത്ഥന സമയം. കാരണം നമ്മൾ വലിയൊരു ധ്യാനം കൂടിയിട്ടാണ് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടി നിൽക്കുന്നത്. കർത്താവ് പറഞ്ഞില്ലേ, അവർ 3 ദിവസമായി എൻ്റെ കൂടെ കൂടിയിട്ടെന്ന്. കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നവരെ കർത്താവ് വരും കൈയോടെ പറഞ്ഞു വിടത്തില്ലെന്നുള്ള സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. മൗനമായി പ്രാർത്ഥിക്കട്ടെ. അച്ഛനിവിടെ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. വഴക്കുകൾ, കലഹങ്ങൾ, ഭിന്നതകൾ, ഭിന്നിച്ച് താമസിക്കുന്നവർ, കുഞ്ഞുങ്ങൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ,
കുഞ്ഞുങ്ങൾക്ക് വിസ പുതുക്കി കിട്ടാത്തവരെ, വീട്ടിലെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഏത് രീതിയിൽ കൊണ്ടുപോകും, അവരെന്ത് പഠിപ്പിക്കും, എവിടെ ജോലി കിട്ടും അവർക്കെന്ന് അറിയാൻ പാടില്ലാതെ, അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും ഒരേ കാര്യം തന്നെ ഒരു കൊല്ലമായി തർക്കിക്കുന്ന, സംസാരിക്കുന്ന, തീരുമാനമെടുക്കാത്ത കുടുംബങ്ങളുടെ മേൽ കർത്താവിന്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് ഈ ആഴ്ചയിൽ അവർ തീരുമാനമെടുക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെങ്കിലും വരണേ ശ്രദ്ധിച്ച് പാടുക. സാമ്പത്തിക തകർച്ചയുള്ളവരെ, കടക്കണിൽ അകപ്പെട്ടിരിക്കുന്നവരെ, രക്ഷപ്പെടാൻ മാർഗമില്ലാത്തവരെ, ആരും സഹായിക്കാനില്ലാത്തവരെ, ആലംബമില്ലാത്തവരെ, കർത്താവേ, അമ്മയെ, പരിശുദ്ധമേ, ദേവമാതാവേ, 7 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ഇട്ടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവരെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരെ, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവരെ, വർഷങ്ങളായി ആശുപത്രി ഡോക്ടർമാർ മാറി മാറി നടക്കുന്നവരെ, അവിടെ ജനിതക തടസ്സങ്ങൾ ഈശോ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയും വിട്ടുമാറുന്നതിന് വേണ്ടിയും ഇട്ടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, എൻ്റെ പിതാവേ, അങ്ങനെ മക്കൾ അങ്ങനെ ദിവസം കണ്ണീരായി നിൽക്കുകയാണ്. അവരെ ചൊരിഞ്ഞ കണ്ണുനീരിന് കാരുണ്യം കണക്കുമില്ല, അവരെ ആശിപ്പിക്കാൻ ഇടമില്ല, ഓടി ഒളിക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞേക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ തന്നെ മക്കൾ, മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത മക്കൾ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ, വിവാഹത്ത് വരാത്തതിൻ്റെ പേരിൽ പള്ളിപ്പോലും മക്കൾ പോകാതിരിക്കുന്ന മക്കളുണ്ട്, അവർക്ക് ഓടി ഒളിക്കാൻ ഇടമില്ലാത്ത മക്കളുണ്ട്. അവിടെ എല്ലാ കണ്ണുനീരുകളും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഒളിച്ച് താമസിക്കുന്ന പോലെ സമൂഹത്തിൽ നിന്ന് ഒളിച്ച് താമസിക്കുന്ന മക്കളുണ്ട്. ഈശോ, അവരെ നീ പാതാളത്തിൽ ഇറങ്ങി കൂട്ടിക്കൊണ്ട് വന്നതുപോലെ കർത്താവേ, മനുഷ്യന്റെ പാതാളങ്ങളിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ കർത്താവിനെ ഉയർത്തുന്ന പിന്നെ ശക്തി നിന്റെ ഇരുട്ടറകളിലേക്ക് പ്രവേശിക്കട്ടെ. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. ജീവിതാവശ്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങ് ധ്യാനത്തിൽ പറഞ്ഞതുപോലെ ഒരുക്കമുള്ള ഹൃദയം അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. അവർ പശ്ചാത്താപത്തിന് യോജിച്ച ഫലങ്ങൾ പ്രകടിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ 30, 60, 100 മേനി കായ്ക്കുന്ന കൃപയുടെ വിളനിലമായി ഞങ്ങളുടെ മക്കളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരിശുദ്ധ